ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫുഡാണ് കേട്ടോ. നല്ല വെന്ത് സെറ്റായിരിക്കുന്ന സംഭവം എന്താണെന്നൊന്ന് നോക്കിയാലോ. നല്ല വൃത്തിയാക്കിയ ചിക്കൻ, എല്ലുള്ളത് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അടുത്തത് ഏത്തയ്ക്ക, 2 വലിയ ഏത്തയ്ക്ക, പച്ചമുളക് ഒരു 10 എണ്ണം, നല്ല എരിവായിക്കോട്ടെ. പിന്നെ ഇടത്തരം സവോള. ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടുത്തെ തണുപ്പാണ് കേട്ടോ ആ വെളിച്ചെണ്ണയിൽ കണ്ടത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോള ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവോളയുടെ ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിയാൽ മതി കേട്ടോ, ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. അതിലേക്ക് പച്ചമുളക് 2ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ കടുക് എല്ലാം കൂടി നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3/4 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ. ചിക്കനും പച്ചമുളകും സവോളയും എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഏത്തയ്ക്ക 2ആയിട്ട് കീറി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ചിക്കനേക്കാൾ കൂടുതൽ വേവ് ഏത്തയ്ക്കയ്ക്കാണ്. ഈ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പാത്രം ഒന്ന് അടച്ചു വെച്ച് അതിനെ തിളയ്ക്കാൻ അനുവദിക്കാം. ഇടയ്ക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചാലോ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ടേ, കുറച്ചൊന്ന് കളറായിക്കോട്ടെ. നല്ല വറ്റി കുറുകി വരുന്ന ഒരു പാകമാകുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായില്ലേ, കഴിക്കാനുള്ള പാകമായിന്ന്. ഇതേ എൻ്റെ പപ്പ പറഞ്ഞു തന്ന റെസിപ്പിയാണേ. പപ്പ മലപ്പുറത്ത് വെച്ച് ഇത് കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭാഷയിൽ പറഞ്ഞ കോയും ബായ്ക്ക്. വലിയ മസാലകളൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇതിന് രുചി കാണുമോ എന്നൊരു സംശയം നിങ്ങൾക്കിപ്പോൾ ഇല്ലേ? ഒട്ടും സംശയിക്കേണ്ട, കിടിലൻ രുചിയാണ്. നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അടാറ് ടേസ്റ്റ്. ഞാനീ പറയുന്നതേ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോ കേട്ടോ.